അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. റിക്ഷയിൽ കയറി പോവുമായിരുന്നു. എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ ഈ റിക്ഷയിൽ കയറാനായിട്ട്. ഇപ്പോൾ ആ കൊതിയും മാറി. ഇതൊക്കെ ഈ റിക്ഷയിൽ കയറിയിട്ടൊന്ന് ഗട്ടറിലെങ്ങാനും വീഴണേ എൻ്റെ അമ്മോ, നമ്മുടെ നെഞ്ചും ദേഹമൊക്കെ തകർന്നു പോകുന്ന രീതിയിലായിരിക്കും ഗട്ടറിൽ വീഴുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീല്. അങ്ങനെ അവിടെ നിന്ന് നേരെ പോകുന്നത് സിറ്റി പാലസിലേക്കാണ്. അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ജന്തർ മന്ദിർ. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ 2 സ്ഥലവും. അപ്പോൾ റിക്ഷ ചേട്ടൻ കൊണ്ടുവന്ന് നമ്മൾ അവിടെ നിർത്തി തന്നു. നല്ല രസം കേട്ടോ. 2 സൈഡും നിറയെ ടൂറിസ്റ്റുകൾ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള കച്ചവടക്കാരും കാര്യങ്ങളും തുണികളും വളകളും ചെരുപ്പുകളും കമ്മലും ഒക്കെ ആയിട്ട് എന്ത് ഭംഗിയാണെന്നറിയോ. അപ്പോൾ വൈകിട്ട് ഷോപ്പിംഗ് ചെയ്യാം. ആ സമയം അതിന് മുന്നേ ഫുൾ കംപ്ലീറ്റ് കണ്ട് കറങ്ങി നടക്കാമെന്നുള്ള മീൻസ് സ്ഥലങ്ങൾ കാണാനുള്ളതെല്ലാം കണ്ടിട്ട് വൈകിട്ട് ഷോപ്പിംഗ് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. അങ്ങനെ ഫസ്റ്റ് സിറ്റി പാലസിൽ വന്നു. അവിടെ അകത്ത് കയറി കാണേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ വേദയ്ക്ക് ഓക്കെ ആയി. ആ കരിക്കെല്ലാം കുടിച്ച ശേഷം വേദ ഒന്ന് സ്മാർട്ടായി വരുന്നുണ്ട്. ഷോപ്പിംഗ് ചെയ്യേണ്ട ലിസ്റ്റും കാര്യങ്ങളൊക്കെ വേദ പറയുന്നുണ്ട്. ഈ സിറ്റി പാലസിൻ്റെ ഫ്രണ്ട് ആ എൻട്രൻസിൻ്റെ അവിടെയൊക്കെ കണ്ടപ്പോൾ എന്ത് ഭംഗിയാണെന്നറിയോ. അപ്പോൾ അതിനകത്ത് നടന്ന് കാണാനായിട്ട് കുറേ ഉണ്ട്. അപ്പോൾ വേദയ്ക്ക് വയ്യ, ഞാനിവിടെ എവിടെയെങ്കിലും ഇരിക്കാം, അമ്മ നമുക്കിവിടെ ഇരിക്കാം, അച്ഛൻ പോയി കണ്ടിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ പറഞ്ഞു കേട്ടോ ഒരു കാര്യം ചെയ്യ്, അപ്പോൾ നമ്മൾ വരാത്തതുകൊണ്ട് ആരും കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞു നിന്നിട്ട് ഞാൻ പറഞ്ഞില്ല, വീഡിയോ എടുക്കണ്ടേ, ഒന്ന് വീഡിയോ എടുത്തിട്ട് വാ, ഞങ്ങൾ പുറത്തിരിക്കാം. വേദയ്ക്ക് വയ്യാത്തതുണ്ട്, അല്ലെങ്കിൽ വേദയ്ക്ക് ഇങ്ങനെ നടന്ന് കാണുന്നത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ ആ ഒരു എക്സ്ക്യൂസിൽ വേദ വയ്യാന്ന് പറഞ്ഞിട്ട് കയറാതിരിക്കുകയാണ്. പിന്നെ ഏട്ടൻ തന്നെ കയറി അവിടെ എല്ലാം എടുത്തു. ഇവിടെയും ടിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരാൾക്ക് 300 രൂപയാണ് നോർമൽ ടിക്കറ്റ്. പിന്നെ വേറെ എന്തൊക്കെയോ അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെല്ലാം ടിക്കറ്റ് റേറ്റ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ്. പക്ഷെ നമ്മൾ അകത്തേക്ക് കയറിയില്ല. അവിടുത്തെ മ്യൂസിയം ഗാലറിയൊക്കെ കയറി കാണാനാണ് റേറ്റ് കൂടുതൽ കേട്ടോ. നല്ല തിരക്കുണ്ട്, ക്യൂ ഒക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് സീസൺ എന്ന് പറയുന്നുണ്ട് അവർ. കാരണം ഇപ്പോൾ ക്ലൈമറ്റ് കുറച്ച് നല്ലതാണെങ്കിലും തണുപ്പുണ്ട്. പക്ഷേ ഈ ചൂടത്തിനെക്കാട്ടിയും ഇപ്പോഴാണ് അവർക്ക് സീസൺ കൂടുതലും. ആൾക്കാരൊക്കെ വരുന്ന സമയം ഇപ്പോഴാണെന്ന് പറയുന്നു. വേദത അങ്ങനെ ഇരിക്കുകയാണ്. വേദയ്ക്ക് വിശക്കുന്നുമുണ്ട്. അവിടുത്തെ ഫുഡൊന്നും ശരിയാവുന്നുമില്ല. ക്ഷീണവുമുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഏട്ടൻ ടിക്കറ്റ് എടുത്ത് കണ്ടിട്ടൊന്നും ആ സമയം വരെ നമ്മളിരുന്നു. അപ്പോൾ ടിക്കറ്റ് വീഡിയോ എടുക്കുന്നുണ്ട്, അതിൽ കൂടെ നമുക്കും കാണാമല്ലോ എന്ന് കരുതി ഞാനും ഒക്കെ. എനിക്കും ഇങ്ങനെ നടന്ന് കാണുന്ന വലിയ താല്പര്യമുള്ളത് സംഭവമല്ല, അത് വേറെ കാര്യം. വേദയുടെ കൂടെ ഞാനും ഇരുന്നു. അപ്പോൾ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ മറ്റേ പപ്പറ്റ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഏട്ടൻ അകത്ത് കയറി ഫുൾ വീഡിയോ എല്ലാം എടുത്തു. ഞാൻ കുറേയൊക്കെ കണ്ടു, കുറേയൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി കുറേയൊക്കെ ഞാൻ മാറ്റിയിട്ടു, കാരണം ഡിലീറ്റ് ചെയ്തു. എല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര ലെങ്ത്തും ആവും, കാണുന്നത് നിങ്ങൾക്കും അത് വലിയ താല്പര്യമായിട്ട് തോന്നത്തില്ല. അതുകൊണ്ട് ആവശ്യമുള്ള കുറച്ച് പോർഷൻസൊക്കെ ഇട്ടിട്ട് ബാക്കിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കേട്ടോ. ഇതിലൂടെയാണ് ഞാനും എല്ലാം കണ്ടത്. അതിൽ കുറേ ഇതും ഒരു പാലസിൻ്റെ ഒരു ഭാഗമാണ്. അകത്ത് സുവിനിയർ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ പുറത്തിരുന്നപ്പോൾ ഈ ബ്രൗണിയൊക്കെ വാങ്ങി ആൾക്കാർ കഴിച്ചിട്ട് പോകണം. അപ്പോൾ അത് കണ്ടപ്പോൾ വേദിക്കമ്മ അതാ ബ്രൗണി, എനിക്ക് ബ്രൗണി വേണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെയൊക്കെ അന്വേഷിച്ചിരുന്നപ്പോൾ ഇല്ല. അപ്പോഴേക്കും അവിടെ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഉള്ളിലാണ്. ഈ ടിക്കറ്റ് എടുത്ത് കയറുന്നവർക്ക് മാത്രമേ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാൻ പറ്റുള്ളൂ. അവിടെ നിന്നാണ് ബ്രൗണിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നത്. പിന്നെ ഞാൻ ഏട്ടനെ വിളിക്കാനും പോയില്ല. വേദ പറഞ്ഞു അച്ഛനെ വിളിച്ച് പറ, അച്ഛൻ വാങ്ങിച്ചിട്ട് വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കങ്ങ് വയ്യാന്ന് പറഞ്ഞു. പിന്നെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വേദ ആവശ്യമുള്ളതൊന്നും കഴിക്കില്ല. ആവശ്യമില്ലാത്ത സാധനങ്ങൾ മാത്രമേ കഴിക്കത്തുള്ളൂ. അങ്ങനെ അകത്ത് കയറി ഏട്ടൻ കുറച്ച് സമയം പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. കുറച്ച് വീഡിയോസ് എല്ലാം എടുത്ത് ഞങ്ങൾ ആ വീഡിയോസ് വഴി കണ്ടു. എനിക്കങ്ങ് അകത്ത് കയറി കാണണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. വേദയ്ക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ വയ്യാന്ന് പറഞ്ഞിട്ട് വേദ ഇരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ ജന്തർ മന്ദിറിലേക്കാണ് പോയത്. അതവിടെ നിന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ റിക്ഷ ചേട്ടൻ അവിടുത്തെ പാർക്കിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഇത് 2 സ്ഥലവും കണ്ടു കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പം നടക്കാനുള്ള ദൂരമായതുകൊണ്ട് റിക്ഷകൾ അങ്ങോട്ട് വിടാനും ചില പെർമിറ്റുള്ള റിക്ഷകൾ മാത്രമേ ഓരോ സൈഡിലായിട്ട് അവർക്ക് അവരുടേതായ ഇതുണ്ട്. അങ്ങോട്ട് മാത്രമേ അവർക്ക് വിടത്തുള്ളൂ. എത്ര റിക്ഷയാണെങ്കിലും. പിന്നെ കാറുകളൊന്നും ഒട്ടും വിടത്തില്ല. പാർക്കിംഗ് ഏരിയയിൽ തന്നെ പാർക്ക് ചെയ്യണം. ബാക്കി ഫുൾ നടക്കണം. റിക്ഷയൊക്കെ ആകുമ്പോൾ ഏത് വഴി കൂടെങ്കിലും അവർ കൊണ്ടുവന്ന് എവിടെയെങ്കിലുമൊക്കെ കയറ്റി വയ്ക്കും. അതുകൊണ്ട് അത് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു യാത്രയാണ് റിക്ഷ. പക്ഷെ നമ്മൾ നടന്നു പോകുമ്പോൾ ഈ റിക്ഷക്കാരൊക്കെ വന്നാൽ ആദ്യം റിക്ഷക്കാർക്കാണ് ഇവിടെ പ്രാധാന്യം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക്. റിക്ഷക്കാരാണെങ്കിൽ നമ്മൾ ഇട്ടിച്ചിട്ടുണ്ട് പോകും കേട്ടോ. സൂക്ഷിച്ച് പോയില്ലെങ്കിൽ അവർക്ക് എന്നിട്ട് പ്രശ്നമേ ഇല്ല. അവർ ഹോണും ഇല്ല. അവർ വിളിച്ചുകൊണ്ടൊക്കെ ചിലപ്പോൾ പോവും, സൈഡൊക്കെ പറഞ്ഞുകൊണ്ട് പോവും. അത് നമ്മൾ ശ്രദ്ധിച്ച് നിന്ന് മാറിക്കൊടുത്തില്ലെങ്കിൽ അവർ ഇടിച്ചിട്ടുണ്ട് പോകും, അത്ര തന്നെ. അവരെ കൊണ്ട് ഒരു ബഹളമാണ്. അതിപ്പോൾ കാറൊക്കെ പോകുമ്പോഴും അവരെ കാണുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. പോകുന്ന വഴിക്ക് നിറയെ സ്ട്രീറ്റിൽ ഫുഡ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. എനിക്കൊന്നും വേണമെന്നില്ല, വേദയ്ക്ക് ഒന്നും വേണമെന്നില്ല. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോയ ഞാനാണ്. എനിക്കിപ്പോൾ വേണമെന്നേ ഇല്ല. എവിടെ നിന്നോ ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് എനിക്ക് ചെറിയ പണി കിട്ടി. അങ്ങനെ ഞാൻ നടക്കുവാണ്. എനിക്ക് വേണമെന്നില്ല, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ രാത്രിയായപ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകിട്ട് വരെ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ചെറിയ ഒരു വയറുവേദനയും വോമിറ്റിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു.
പോകുന്ന വഴിക്ക് നിറയെ ഇങ്ങനെ വലിയ പപ്പടം വെച്ചിട്ടുണ്ട്. എല്ലാവരും വാങ്ങി അത് കഴിക്കുന്നുണ്ട്. എനിക്കും കഴിക്കണമെന്നില്ല, കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, പക്ഷേ കഴിക്കണമെന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് വാങ്ങിയതുമില്ല. പക്ഷെ വയറിന് സുഖം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ വാങ്ങിയാനേ. എന്തോ കഴിച്ചില്ല. ജന്തർ മന്ദിറിലും കുറച്ച് നടന്ന് കാണാനുള്ളത് കൊണ്ട് വേദ കയറിയില്ല കേട്ടോ. അവിടെ കയറിയിരുന്നു. ഞാൻ വരത്തില്ല, നിങ്ങൾ പോകണമെന്നുള്ളവർ പോയി കണ്ടിട്ട് വരാൻ പറയും. പിന്നെ അവിടെ ഏട്ടൻ കയറി. ഇവിടെ 52 രൂപ എന്തോ ഒരാൾക്ക് ടിക്കറ്റ് ഉള്ളൂ. ഏട്ടൻ കയറി കുറച്ച് വീഡിയോസ് എല്ലാം. ഞാൻ പറഞ്ഞു വീഡിയോസ് ഏട്ടൻ ഞങ്ങൾ കയറാത്തതുകൊണ്ട് ഏട്ടന് കയറത്തില്ല. ഞാൻ നിർബന്ധിച്ചാണ് പിന്നെ വീഡിയോസൊക്കെ എടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് പിന്നെ ഏട്ടൻ കൊണ്ടുപോയി വീഡിയോ ഒക്കെ എടുത്ത് തന്നു. എന്താണെന്ന് അറിയില്ല, വീഡിയോസൊക്കെ എടുത്ത് തന്നു കറക്റ്റായിട്ട്. ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ സൂര്യനും ചന്ദ്രനെയൊക്കെ വച്ചിട്ട് മറ്റേ ആസ്ട്രോളജി പരമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ ജന്തർ മന്ദിറിലുള്ളത്. അത് കയറി കാണേണ്ട ഒരു സ്ഥലം തന്നെയായിരുന്നു. വേദ വരത്തില്ല എന്ന് പറഞ്ഞ് ബഹളം വെച്ചിരുന്നു. പിന്നെ വയ്യാത്തതല്ലേ, നമുക്ക് നിർബന്ധിക്കാനും പറ്റത്തില്ലാത്തത് കൊണ്ട് ഓക്കെ വേദയുടെ ഇഷ്ടത്തിന് വിട്ടു. പക്ഷേ കാണേണ്ട ഒരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് വീഡിയോയിൽ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. എന്തായാലും വരുന്നവർ ഇവിടെ ഒന്നും മിസ് ചെയ്യരുത്. മെയിനായിട്ട് വിസിറ്റ് ചെയ്യേണ്ട കുറച്ച് സ്ഥലങ്ങളാണ്. നമ്മൾ ഹോട്ടലിൽ ചോദിച്ചപ്പോൾ അവർ എഴുതി തന്ന കുറച്ച് സ്ഥലങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ജയ്പൂരിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ കുറച്ച് ഡീറ്റെയിൽസ് തന്നു. അതിന് നമ്മൾ കുറിച്ച് വെച്ചിട്ട് ഓട്ടോറിക്ഷ ചേട്ടന് കാണിച്ചപ്പോൾ അയാൾ ഓക്കെ സ്ഥലങ്ങളെല്ലാം മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും കൊണ്ടുവന്ന് കാണിച്ചു തരികയാണ്. അപ്പം ഇങ്ങനെ റിക്ഷ പിടിച്ചിട്ട് അവർക്കൊരു പാക്കേജ് പോലെ പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഈ ഫോർട്ടും കാര്യങ്ങളെല്ലാം കുറച്ച് ദൂരത്താണ്. പിന്നെ ഇതെല്ലാം തൊട്ടടുത്തടുത്താണ്. സിറ്റി പാലസ്, ജന്തർ മന്ദിർ, പിന്നെ ഹവാ മഹൽ, അതൊക്കെ അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. എങ്കിലും നമ്മൾ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊരു റിക്ഷയൊക്കെ പിടിച്ച് പോകുന്നത് കുറച്ചൊരു നല്ല കാര്യമായിരിക്കും. അല്ലെങ്കിൽ തിരിഞ്ഞിങ്ങനെ നടക്കണ്ട. പിന്നെ നടന്ന് കാണാൻ താല്പര്യമുള്ളവർക്ക് നടന്ന് തന്നെ കാണുക. നടന്ന് കാണുന്നവർക്ക് ഇഷ്ടം പോലെ കാണാനുണ്ട് കേട്ടോ. ശരിക്കും ആസ്വദിച്ച് കാണാനായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രസ്സായാലും ഷൂസായാലും വളയായാലും ഒക്കെ നിറയെ ഉണ്ട്, നിറയെ. അപ്പോൾ എന്തായാലും ഇതെല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം വീണ്ടും ഞങ്ങൾ ഈ ഓട്ടോറിക്ഷ ചേട്ടൻ ബെഡി ചോപ്പർ, അതായത് ഈ ഹവാമഹലിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഇറക്കും. അപ്പോൾ ഇവിടെ എല്ലാം ഇന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് തൽക്കാലം നിൽക്കുന്നത്. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 100K എന്ന് ഉദ്ദേശിച്ചത് പറഞ്ഞു വന്നപ്പോൾ 1K ആയെന്ന് തോന്നുന്നു. സോറി കേട്ടോ, ഒരുപാട് കമൻറ്റ്സ് കണ്ടു 100K ആണ് 1K അല്ല. അത് പറഞ്ഞു വന്നപ്പോൾ ഞാനൊട്ട് ശ്രദ്ധിച്ചില്ല, അങ്ങ് പറഞ്ഞു പോയി. സോറി, 100K ആണ് ഞാൻ ഉദ്ദേശിച്ചത്, 100K സബ്സ്ക്രൈബേഴ്സ്. അങ്ങനെ ജന്തർ മന്ദിറിൽ കുറച്ച് വീഡിയോസ് എല്ലാം എടുത്ത് കഴിഞ്ഞ ശേഷം ഏട്ടൻ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയിട്ട് പിന്നെ വേദയ്ക്ക് അവിടെ കിടന്ന ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ ഭയങ്കര കൊതി തോന്നി. അപ്പോൾ അതിന് അവൾക്ക് അസുഖമൊന്നുമില്ല കേട്ടോ, അകത്തേക്ക് കയറാനാണ് അസുഖം. അപ്പോൾ ഡ്രസ്സൊക്കെ പിന്നീട് പോകുമ്പോൾ അങ്ങോട്ടേക്ക്, അതായത് ഹവാമഹലിൻ്റെ അവിടെയൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ നിറയെ കിടക്കുന്നുണ്ട്, അവിടെ നിന്ന് വാങ്ങാമെന്ന് കരുതി. ഇപ്പോൾ ഒരു തൽക്കാലം നമ്മളൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ് 2 വാങ്ങി. ഒന്ന് ചീമയ്ക്കും ഒന്ന് നമുക്കുമായിട്ട് വാങ്ങി. ചീമയ്ക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ, ഈ ഫ്രിഡ്ജ് മാഗ്നറ്റ് ഭയങ്കര ക്രേസാണ്. സുവിനിയർ കളക്ഷനൊക്കെ ചീമയ്ക്കുണ്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ട് അവൾക്ക് ഒരെണ്ണം വാങ്ങി, നമ്മളും ഒരെണ്ണം വാങ്ങി. എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ അട്രാക്ഷനായ ജയ്പൂർ സിറ്റിയുടെ മെയിൻ സെൻറ്റർ എന്ന് പറയുന്ന ഹവാ മഹലിലേക്കാണ്. അതൊരു പാലസ് തന്നെയാണ്. എന്ത് രസമാണെന്നറിയോ, അത് പുറത്തുനിന്ന് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ. നമ്മുടെ റോഡിൻ്റെ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്ഷൻ തോന്നുന്ന ഒരു ബിൽഡിങ്ങാണ് ഈ ഹവാ മഹൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ 4 ചുറ്റിനുമാണ് നിറയെ കടകളുള്ളത്, പല തരത്തിലുള്ള കടകളാട്ടോ. പല കാര്യങ്ങളാണ് 4 ചുറ്റിനും ഉള്ളത്. ഭയങ്കര രസം, കടകളും ഇതും തിരക്കും, ഭയങ്കര തിരക്ക്. കാറും വണ്ടികളും ഒക്കെ ആയിട്ട്, ആൾക്കാരും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്ക്. ഇതാണ് ഹവാ മഹൽ. നോക്കി എന്ത് രസമാണെന്ന് നോക്കിയാൽ. രാത്രി ഫുൾ ലൈറ്റൊക്കെ ഇട്ട് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. എന്തായാലും ഞങ്ങൾ ഹവാ മഹലിലേക്ക് എൻട്രി ചെയ്യുകയാണ്. വേദയോട് പറഞ്ഞു എന്തായാലും ഈ ഒരു സ്ഥലം നമ്മൾ മിസ് ചെയ്യില്ല, ഫുൾ അകത്തെല്ലാം കയറി കണ്ടിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വേദ കുഴപ്പമില്ല ഓക്കെ പറഞ്ഞു. ഒരിടത്തും കയറിയില്ല, അതുകൊണ്ടാവാം ഇതിവിടെ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇവിടെയും 52 രൂപ എന്താണ് വലിയവർക്ക് പാസ്, കുട്ടികൾക്ക് 22 രൂപ അങ്ങനെ എന്തോ ആയിരുന്നു. വലിയ ഫീസ് ഉണ്ടായിരുന്നില്ല. അവിടെ സിറ്റി പാലസിൽ മാത്രമായിരുന്നു 300 രൂപ ഒരാൾക്ക് ടിക്കറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഹവാ മഹലിലേക്ക് കയറി. അപ്പോൾ ഇതെന്താണെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കയറിയപ്പോഴാണ് മനസ്സിലായത് ഇതെല്ലാം പാലസാണ്. മഹൽ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന എല്ലാം പാലസ് തന്നെയാണ് എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. പുറത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ, അതാണ് ഞാൻ ഈ സ്വെറ്ററും മങ്കി ക്യാപ്പൊക്കെ ഇങ്ങനെ വെച്ച് നിൽക്കുന്നത്. വേദ തണുപ്പൊക്കെ ഒരു പരിധി വരെ അവൾ പിടിച്ച് നിൽക്കുന്ന കുട്ടിയാണ്. പക്ഷെ വേദയ്ക്ക് പോലും ഭയങ്കര തണുപ്പ്, എന്താണെന്ന് അറിയില്ല, വയ്യാത്തത് കൊണ്ടാവാം. ഞാനും ഫുൾ കവേർഡായിട്ട് നിൽക്കുകയാണ്. ഈ കോൾഡൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ
ക്യാപ്പൊക്കെ മാറ്റി ഇട്ടാൽ ചിലപ്പോൾ പണി കിട്ടും. എനിക്കാണെങ്കിൽ തണുപ്പ് ഒട്ടും പറ്റത്തില്ല. ഇപ്പോൾ മുന്നേ തണുപ്പൊക്കെ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളായിരുന്നു. ഇപ്പോൾ എനിക്ക് തണുപ്പെന്ന് പറയുന്ന സാധനം അയൽപക്കത്തോട്ട് പോകുമ്പോഴേ തണുപ്പാട്ടോ. അതുകൊണ്ട് ഞാനും ഫുൾ കവേർഡായിട്ട് നിൽക്കുകയാണ്. ഗ്ലൗസൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഗ്ലൗസ് ഒന്നും കാണാനില്ല. എൻ്റെ ഗ്ലൗസ് മാത്രമുണ്ട്, അത് റൂമിൽ കിടക്കുകയാണേ. ഇവിടെ നിന്ന് ഗ്ലൗസ് വാങ്ങാൻ നോക്കിയിട്ട് റോഡ് സൈഡിലൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഏതെങ്കിലും കടയ്ക്ക് ഉള്ളിൽ കയറിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഉണ്ടായിരുന്നേനെ. ഇവിടെയൊക്കെ എവിടെ പോയാലും രാജസ്ഥാനി ഡ്രസ്സ് ഇട്ട് ഫോട്ടോ എടുക്കലാണ് മെയിൻ. പുറകെ വരും രാജസ്ഥാനി ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട്. വേദയോട് എടുക്കുന്നോന്ന് ചോദിച്ചപ്പോൾ വേദയ്ക്ക് എടുക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാനും എടുക്കാനൊന്നും നിന്നില്ല. എനിക്കിതിനൊന്നും വലിയ താല്പര്യമില്ല. ജസ്റ്റ് കാണുക പോവുക അത്രേ ഉള്ളൂ. അല്ല പിന്നെ നമ്മൾ ഫോട്ടോ അല്ലാതെ ഇങ്ങനെ ഒരു സംഭവത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുക്കുക അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൽ കൂടുതൽ ഭയങ്കര ക്രേസൊന്നും ഈ ഫോട്ടോ എടുപ്പിനോടൊന്നുമില്ല. എന്നിട്ട് അവിടുന്ന് ടിക്കറ്റ് എടുത്ത ശേഷം ഞങ്ങൾ അകത്തേക്ക് കയറി. അതിനകവും ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. ഭയങ്കര ഭീകര തിരക്ക്. മലയാളീസിനൊന്നും കണ്ടില്ല. എല്ലാവരും നോർത്ത് ഇന്ത്യൻസ് തന്നെയാണ് കൂടുതലും ഉള്ളത്. സൗത്ത് ഇന്ത്യൻസിനെ തമിഴോ തെലുങ്കോ ഒന്നും ആരെയും കൂടുതൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കൂടുതലും നോർത്ത് ഇന്ത്യൻസ് തന്നെയാണ്. പക്ഷേ ഭയങ്കര തിരക്ക്. നമ്മുടെ നാട്ടിലെ പാലസ് പോലെയൊന്നും അല്ല. ഭയങ്കര എൻറ്റേർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാലസ് ആയിരുന്നു ഇത്. ഇവിടെയും എല്ലാവരും ഫോട്ടോഷൂട്ട് തന്നെയാണ് മെയിൻ. നമ്മളും ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ ആരെങ്കിലും ഇവിടെ നിൽക്കുന്നവരെ കൊടുക്കും കേട്ടോ. അപ്പോൾ അവർ നല്ല നീറ്റായിട്ട് എടുത്ത് തരും ഫോട്ടോസ്. ഇത് പാലസിൻ്റെ ഭോജൻശാല എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നതാണ്. അവിടുത്തെ രാജാക്കന്മാരൊക്കെ തറയിലിരുന്നായിരിക്കും കഴിക്കുന്നത് എന്ന് തോന്നുന്നു. അതെവിടെ ടേബിൾ ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ ടേബിളും കാര്യങ്ങളൊന്നുമില്ല. കയറുമ്പോൾ തന്നെ രാജസ്ഥാനി പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഒരു പ്രത്യേക വൈബാട്ടോ. നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്ത വൈബാണ്. പിന്നെ ഇവിടെയും ഉണ്ട് പപ്പറ്റ് ഷോ. പൈസ കൊടുത്തിട്ട് നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. അങ്ങനെ ഒരു ഷോ ഉണ്ട്. അതും വേദയ്ക്ക് വേണ്ട. വേദയ്ക്ക് എങ്ങനെയെങ്കിലും ഷോപ്പിംഗ് ചെയ്യണം, അത്രയേ ഉള്ളൂ വേദയ്ക്ക് താല്പര്യം. വേറെ ഇതൊന്നും കാണണമെന്നോ എടുക്കണമെന്നോ ഒന്നുമില്ല. അപ്പോൾ വേറൊരു കുട്ടിയും ഫാമിലിയും വന്ന് ചെയ്യണം. അപ്പോൾ ഇവർ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഐശ്വര്യമാണ്. പപ്പറ്റ് ഷോ ഇല്ല പപ്പറ്റ് കൊണ്ടെന്തോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ഐശ്വര്യം കിട്ടുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഒരു ഗേളും ഒരു ബോയും ഉണ്ട് ആ പപ്പറ്റിൽ. അത് രണ്ടുപേരെ കൈ കൊടുത്തിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ കൈ കൊണ്ട് ഷേക്കുമ്പോൾ അവർ പാട്ട് പാടും. കൈ കൊണ്ട് ഷേക്കുമ്പോൾ അത് ജസ്റ്റ് നിന്ന് കളിക്കുന്ന കാണാം. അത് വലിയ പാടുള്ള പരിപാടിയല്ല കേട്ടോ അത്. ഇത് കണ്ടപ്പോൾ മനസ്സിലായി പപ്പറ്റ് ഷോ ആർക്ക് വേണോ ചെയ്യാം എന്നുള്ളത്. അങ്ങനെ അവിടെ കുറേ സമയം ഈ പാലസ് ഹവാ മഹൽ ഫുൾ കഴിഞ്ഞ ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഓട്ടോ ചേട്ടൻ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. 15 മിനിറ്റല്ലേ നമ്മൾ ഓരോ സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ആ പാലസിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുന്ന വിൻഡോ ആണ്. ഫുൾ സീൽ ചെയ്തൊക്കെ കേട്ടോ, അത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ കുറേ ഉണ്ടായിരുന്നു കാണാൻ. ഇങ്ങനെ നടന്ന് ഗുഹ പോലെയൊക്കെ ഇങ്ങനെ കയറി പോകാനായിട്ടൊക്കെ കുറേ ഉണ്ടായിരുന്നു. എൻ്റെ ശബ്ദമൊക്കെ ക്ലിയർ ആവുന്നുണ്ടോ? എനിക്ക് കുറച്ച് വയ്യായിക ഉള്ളത് കൊണ്ട് ഞാൻ പതിയെയാണ് ഡബ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഈ ഹവാ മഹലിൻ്റെ മുകളിൽ കയറി നിന്നാൽ നമ്മുടെ ജയ്പൂർ സിറ്റി ഫുൾ കാണാൻ കേട്ടോ. അത്രയ്ക്ക് ഭംഗിയാണ്. അത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത്രയും തിരക്കെന്ന് തോന്നുന്നു. നിറയെ ആൾക്കാരും നിറച്ച ആൾക്കാരുണ്ട്. അത് എവിടെ ചെന്നാലും നിറയെ ആൾക്കാരുണ്ട്. നോക്കി ആ ഗ്ലാസ് വഴിയൊക്കെ നോക്കുമ്പോൾ നല്ല ക്ലാരിറ്റിയോട് കൂടി തന്നെ നമുക്ക് ആ സിറ്റിയൊക്കെ നല്ല രീതിയിൽ കാണാം. നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത്. അതിൻ്റെ ടോപ്പിൽ കയറുമ്പോഴാണ് അതിനെക്കാട്ടി ഏറ്റവും ബ്യൂട്ടി. ജയ്പൂർ സിറ്റിയുടെ ബ്യൂട്ടി കാണണമെങ്കിൽ ശരിക്കും നമ്മളതിൻ്റെ ടോപ്പിൽ തന്നെ കയറണം. ഞാൻ പറയില്ല, നമ്മുടെ നാട്ടിലൊന്നുള്ള പാലസുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത വേറൊരു രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ് നമ്മുടെ ഈ ജയ്പൂരിലെ ഹവാ മഹൽ എന്ന് പറയുന്നത്. നോക്കിയേ, ജയ്പൂർ സിറ്റി രാജസ്ഥാൻ മൊത്തത്തിൽ കാണാൻ പറ്റിയില്ലെങ്കിൽ ഒരു പകുതിയെങ്കിലും കാണാൻ പറ്റും. ഇന്നലെ ഫേസ്ബുക്കിൽ ഞാനൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ ഇങ്ങനെയാണോ ജയ്പൂർ സിറ്റി എക്സ്പ്ലോർ ചെയ്യുന്നത്? ഓട്ടോയിൽ കയറിയിരുന്ന് 2-3 സ്ഥലം കണ്ടാൽ എന്താവും? അവിടെ നിന്ന് ഇവിടെ പോകണം, ഇവിടെ നിന്ന് അവിടെ പോകണം, എല്ലാം കൂടി നമുക്ക് പറ്റില്ലല്ലോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തന്നെ കുറച്ച് ദിവസം കിടക്കില്ലേ, ഇനിയും വെക്കേഷനൊക്കെ വരികയല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കവർ ചെയ്ത് പോകാമെന്നല്ലാതെ ഒറ്റ സ്റ്റെപ്പിന് എല്ലാം കൂടെ നമ്മളെ കൊണ്ട് നടക്കത്തില്ല. നമ്മളിപ്പോൾ തന്നെ ഞാനും വേദം ഫുൾ ടയേർഡാണ്. എങ്ങനെയെങ്കിലും സത്യം പറയാമല്ലോ വീടെത്തിയാൽ മതി എന്നുള്ളൊരു ഇതിലാണ്. ഈ ഫുഡ് പോയിസണോട് അടിച്ചപ്പോൾ ഒട്ടും വയ്യാതെയായി. അങ്ങനെ ഹവാ മഹലെല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം ഞങ്ങൾ അടുത്ത വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഫുഡെല്ലാം കഴിച്ചിട്ടായിരിക്കും അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. ഫുഡ് കഴിക്കാനായിട്ട് നല്ല രാജസ്ഥാനി താലി കിട്ടുന്നൊരു ഷോപ്പല്ല ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്താനായിട്ട് നമ്മുടെ ചേട്ടനോട് പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ നമ്മളെ നല്ല രാജസ്ഥാനി താലി കിട്ടുന്ന കടയിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ആൽബർട്ട് ഹോൾ മ്യൂസിയത്തിലേക്ക് കേട്ടോ. നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് നമ്മുടെ റിക്ഷ ചേട്ടൻ തന്നതാണ്. ഫുഡ് കഴിച്ചിട്ടുള്ള ബാക്കി വിശേഷം അടുത്ത വീഡിയോ.